ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സമയം ഇപ്പോൾ 4 മണിയാണ്. 4 മണിക്ക് ഒരാളെ കാത്തിരിക്കുകയാണ്. ഇന്നിപ്പോൾ 10 ദിവസത്തെ സ്കൂൾ പൂട്ടിന് ശേഷം സ്കൂൾ തുറന്ന ദിവസമാണല്ലേ. അതുകൊണ്ട് തന്നെ സഫമോള് കൃത്യം 4:00 ഇവിടെ എത്തുട്ടോ. 4:35 എത്തും. അപ്പോൾ ഇന്നിങ്ങനെ പ്രത്യേകിച്ച് കാത്തിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഇതാ ഈ ഒരു സംഭവം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു കൊറിയറാണ്. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇതിപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ പുതുപ്പറമ്പത്തൊപ്പ ഒന്ന് ഓർഡർ ചെയ്തു. ആ ഓർഡർ ചെയ്തത് എൻ്റെ ആങ്ങളെ പോയപ്പോൾ കൊണ്ടുപോയി. കുട്ടികളെ കളിക്കാൻ വേണ്ടിയിട്ട് ഗൾഫ് കൊണ്ടുപോയി. രണ്ടാമത് വീണ്ടും ഒന്ന് ഓർഡർ ചെയ്തത് വയനാട്ടിലത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ സഫമോൾക്ക് ഇവിടേക്കില്ല. പുതുപ്പറമ്പിലൊരു വീടുണ്ട് കേട്ടോ. പുതുപ്പറമ്പിൽ ഒന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് വീടില്ല. അപ്പോൾ ഇത് ഓർഡർ ചെയ്തതായിരുന്നു. സംഭവം ഇതെന്താന്ന് വെച്ചാൽ ഇതൊരു കുറ്റിപ്പരയാണ്. കുറ്റിപ്പര എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ പ്ലേ ഹൗസ് എന്നൊക്കെ പറയില്ലേ, കുട്ടികൾക്ക് കളിക്കണ വീട്. ഇതിൻ്റെ വലിപ്പം ഏകദേശം വെച്ചാൽ ഇത്ര അതിൻ്റെ സംഭവങ്ങൾ സെറ്റ് ഒക്കെ അതിലുണ്ടാവും കേട്ടോ. അത് ഇങ്ങനെ അതിൻ്റെ കമ്പി, അതുപോലെ ശീല, തുണി. അപ്പോൾ ഇതിവിടെ വെച്ച് എന്താണെന്ന് വെച്ചാൽ സഫമോളെ കാത്ത് നിൽക്കുകയാണ്. സഫമോള് വന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 356 രൂപയുണ്ട് ഇതിമ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ എവിടുന്ന ഓർഡർ ചെയ്തത്? ഫ്ലിപ്കാർട്ടോ ആമസോൺ എന്താ എനിക്കറിയില്ല സംഭവം. ഇത് മുത്ത് അതായത് മോള് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ സഫമോൾക്ക് സർപ്രൈസ് ആയിട്ട് ഇത് കൊടുക്കുമ്പോഴേക്ക് അവളുടെ ഒരു സന്തോഷം എന്താണെന്ന് നമുക്ക് കാണാം. അതിന് വേണ്ടിയിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്യാതെ ഇവിടെ വെച്ചേക്കണത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ആളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആള് ഞാൻ അകത്തേക്ക് പോയപ്പോഴേക്കും ബാഗൊക്കെ ഇവിടെ വെച്ചതാ അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. സഫമോൾ വരൂ. അവള് ഫ്രിഡ്ജിൽ എന്താ കഴിക്കാനുള്ളത് എന്നൊക്കെ വിചാരിച്ച് കണ്ട് പോയി തപ്പുകയാണ്. വരൂ. ടണ്ടടേ, അതല്ലേ ഈ പറഞ്ഞ സാധനം? സന്തോഷയാ? ഓപ്പൺ ചെയ്താലോ? ഇതെന്തൊക്കെ അറിയോ? എന്താ? കുറ്റിപ്പരയാണോ? ഓപ്പൺ ചെയ്യല്ലേ? അപ്പൊ നമ്മുടെ കുറ്റിപ്പര കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾക്ക് സന്തോഷമായി. ഇവള് സ്കൂള് വിട്ട് വരുന്ന സമയത്ത് എന്ത് കൊടുക്കാന്ന് വിചാരിച്ചാണ്. പക്ഷെ ഞാൻ പെട്ടെന്ന് അകത്തേക്ക് പോയപ്പോൾ ഇവള് ഇവിടെ എത്തി. എന്തൊക്കെ തന്നെയാലും കുറ്റിപ്പര ചോദിച്ചായിരുന്നു ഇവള് വന്നത്. സന്തോഷയാ? അപ്പൊ ഗായ്സ്, ഇത് അവളുടെ ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ. കുറ്റിപ്പര ഓപ്പൺ ചെയ്യുകയാണ്. ആകാംക്ഷയോടെ അവളത് പൊളിക്കുകയാണ്. ഇതെന്തിനാ പറ്റിയ? ഇനി രാത്രി ഒന്ന് ഇതിലേക്ക് കറി കിടക്കലേ? ഇനി എന്നും സഫമോള് രാത്രി ഇതിലായിരിക്കട്ടെ. ആ ഇത് കയ്യുമ്പോ തട്ടതാവോ? പൊളിക്കൂ. അപ്പൊ ഒരു ടെന്റ് പോലത്തെ ഒരു കുറ്റിപ്പരയാണ് കേട്ടോ. നോക്കുക, ഈ പ്ലാസ്റ്റർ ആദ്യം പൊളിക്കണം. ഷിഫോട് വാ. ഇപ്പൊ ഷിഫു വന്നാ ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തോളൂ. ഗൾഫിൽ നിന്ന് വന്ന പെട്ടി പണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് ക്ഷമയില്ലേറ്റ്. ആദ്യം പ്ലാസ്റ്റിക്. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ കുറ്റിപ്പരക്കുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഒരുപാട് വടികളുണ്ട്. അതുപോലെ ഇതെന്താ? ഇത് ജോയിൻസുകളുണ്ട്. ഇത് നമുക്ക് ചെയ്താലോ? ഇവിടെ തന്നെ ചെയ്തോ? അപ്പൊ ഇതാണ് കേട്ടോ കുറ്റിപ്പരന്റെ ശീല എന്ന് പറഞ്ഞാല്. അതിനെടുത്താ ആ കടലാസ് എടുക്കൂ. ഓക്കെ, ഒരു കടലാസൊക്കെ ഉണ്ട്. അസംബ്ലി ഇൻസ്ട്രക്ഷൻ ഫോർ റെന്റ് ഹൗസ്. ഇതാണ്ടോ, ഇതാണ് അതിന്റെ മോഡല്. 5 ജോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ അതാ അതിന്റെ കമ്പി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു
ഷീറ്റാണ് നമ്മുടെ മേൽക്കൂര ഇട്ടത്. സഫമോളെ കൊള്ളുവോ? കൊള്ളൊക്കെ ചെയ്യാൻ തോന്നുന്നു. ജനലും വാതിലൊക്കെ ഉണ്ട് കേട്ടോ വീടിന്. അപ്പൊ ഷിഫ് അത് നോക്കിയാണ്ട് അത് ചെയ്യാണ്. എങ്ങനെ അത് സെറ്റ് ചെയ്യല് മോളെ? അവളെ കൊള്ളും അല്ലേ? അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ കുറ്റിപ്പര പ്ലേ ഹൗസ് എന്നൊക്കെ പറഞ്ഞ സംഭവമാണത്. കുട്ടികൾക്കൊക്കെ നല്ല പണ്ടത്തെ പോലെ കുറ്റിപ്പര ഇട്ട് കളിക്കാനൊന്നും പറ്റില്ല. മഴയൊക്കെ ആയതുകൊണ്ടൊക്കെ അകത്ത് നമുക്ക് കളിക്കാനൊക്കെ വലുതും ചെറുതൊക്കെ ഉണ്ട്. ഇതിങ്ങനെ ഫ്രൂട്ട്സുകളാണ് ഇതിലുള്ളത് കേട്ടോ. അത് സെറ്റ് ആയിക്കോളും. ജോയിൻസ്. അപ്പൊ അവളിതൊക്കെ സെറ്റ് ആക്കണം. അങ്ങനെ നോക്കട്ടെ നമുക്കൊന്ന്. നല്ല വെറൈറ്റി കളേഴ്സിലുള്ള ചെറുതും വലുതൊക്കെ. ഇതൊരു നോർമൽ വലുപ്പാണ് അല്ലേ? നമുക്ക് കാണാം. ഇത് ഇനി സെറ്റ് ആക്കിയതിന് ശേഷം ഇട്ട. അപ്പൊ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഫമോൾക്ക് വെച്ച് ചായറ്റേ. എന്താ വേണ്ടത്? വിശക്കുന്നില്ലേ? ഓക്കെ, അവൾക്ക് വിശക്കണേ. ഞാൻ എന്തേ കൊടുക്കട്ടെ. സ്കൂളിട്ട് വന്നല്ലേ, യൂണിഫോം കഴിച്ചിട്ട് നമുക്ക് കുളിക്കാൻ തോട്ടിൽ പോയാലോ? അപ്പൊ ഇത് റെഡി ആക്കട്ടെ കേട്ടോ. കുറ്റിപ്പര നടന്നോ? ഇങ്ങനെ ആയിക്കോട്ടെ രൂപം എന്ന് പറഞ്ഞാല്. പക്ഷെ ഷിഫ് അതിന്റെ ഉള്ളിലാണുള്ളത്. വടി എടുത്ത് കൊടുക്കും. ഇതെങ്ങനെ ചെയ്യല്? ഓൾ അതിനുള്ളിൽ കേറിയിട്ടുണ്ട് വീടുണ്ടാക്കണത്. വീടുണ്ടാക്കുന്ന ഹെൽപ്പർ ഇയാളാണ്. അങ്ങനെ നമ്മുടെ കുറ്റിപ്പരൊക്കെ എന്താ കുടിക്കലെന്നാ ഹൗസിന്റെ ഹൗസ് വാമിങ് ആണ്. എന്തൊക്കെ കൊണ്ടുവരണം? ഹൗസ് വാമിങ്ങിന് വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരണം? ഫുഡ് അപ്പൊ അവള് അത് ശരിയാക്കിക്കൊണ്ടിരിക്കാണ് കേട്ടോ. ഇങ്ങനല്ല മോളെ, ഇതിങ്ങനെ മൂല ആയി നിക്കണം. അങ്ങനെ തന്നെ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഷിഫ് കണ്ട വീട് പണി ചെയ്യണത്. ഇപ്പൊ തന്നെ കയറാനായിട്ടില്ല. അവിടെ ഇത് കഴിയട്ടെ. അപ്പൊ ഇതിന് വെച്ച് എനിക്ക് ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്തത് കേട്ടാ. താങ്ക് യു. റെഡി പാവൂട്ടോ. അപ്പൊ നല്ല ചിരിയൊക്കെ ഉണ്ട്. വന്നപ്പോ ഒരു ദേഷ്യത്തിലായിരുന്നു വന്നത്. ഓക്കെ, പരീക്ഷ പേപ്പർ കിട്ടിയോ? എന്തൊക്കെ കുട്ടികളില്ല? ഞങ്ങക്ക് മനസ്സിലായോ? എന്താ കുട്ടികളില്ലാത്ത എന്താന്ന് വെച്ചാല് ഇന്നലെ നബിദിനമായതുകൊണ്ട് 2 മണിയൊക്കെ ആയപ്പോഴാണ് നബിദിനം കഴിഞ്ഞത്. അപ്പൊ കുട്ടികൾ നന്നായിട്ട് ഉറങ്ങി, എണീക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ക്ഷീണം കൊണ്ട് അവരാരും സ്കൂളിലേക്ക് വന്നില്ല. അങ്ങനല്ലേ? ഓക്കെ. എന്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടല്ലോ? 10 കുട്ടികൾ, 2 ആൺകുട്ടികളും പിന്നെ 2 ആൺകുട്ടികളും 8 പെൺകുട്ടികളും. 8 പെൺകുട്ടികളും അല്ലേ? അപ്പൊ എന്തായാലും നമ്മളെ വീട് പണി പൂർത്തിയായിട്ട് നമുക്ക് കാണട്ടോ. ഓക്കെ, വീട് പണി പണിക്കാർ നല്ല സജീവമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിൽ നോക്കി വെക്ക്. ഓക്കെ, നമ്മൾ സഫമോൾക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പൊ സഫമോൾക്ക് ഞാൻ കോഫി ആണ് ഉണ്ടാക്കിയത്. കുറച്ച് ചൂടാറ്റിട്ടുണ്ട്. 2 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. സഫമോൾ, ആഹാ ഉഷാറായല്ലോ. അപ്പൊ നമ്മളെ കുറ്റിപ്പരൊക്കെ റെഡി ആക്കിട്ടാട്ടെ. വാതില് നന്നാ ചായ കടി കൊണ്ടേക്ക് കുടിരിക്കലിന്. ക്യാൻഡി ഹൗസ്, മിഠായിന്റെ ഹൗസാ അല്ലേ? നന്നാ
വീടിനുള്ളിൽ കുടിക്കണേ? അത് ശരി. അപ്പൊ നമ്മളെ സഫമോൾക്ക് കുറ്റിപ്പറ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇത് കണ്ടില്ല, ഇത് വാതിലുണ്ട്, ജനലുണ്ട്, ഇത് അവിടെയൊക്കെ മിഠായിന്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. ക്യാൻഡി ഹൗസ് എന്ന് പറഞ്ഞ പേരാണ് കേട്ടോ. ഓക്കെ, കേക്ക് ചോക്ലേറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ അതിനുള്ളില്. ക്ലോസ് ചെയ്യട്ടെ? ഓക്കെ, കണ്ട വാതിലുണ്ട്, 2 ജനലുണ്ട്. അതോട്ടെ, ആഹാ അടിപൊളിയാണ്. 2 ജനലാ? സ്പേസ് ഉണ്ട് ഉള്ളില്. ഞാൻ ചായ കുടിച്ചോളിട്ടാ. ഓ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ ഗൈസ് അവള് കോഫിയും ബിസ്ക്കറ്റും കഴിക്കുകയാണ്. അപ്പൊ സഫമോളെ കുറ്റിപ്പര ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ. ഇതാ ആള് അകത്തുണ്ട്. അമ്മച്ചി കയറാൻ കൊള്ളുവോ? ഞാനും കയറട്ടെ? സ്പേസ് ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ സഫമോളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.